ശതമാനത്തിലെ ഒരു കണക്കാണിത്. ഒരു പരീക്ഷയ്ക്ക് 40% കുട്ടികൾ കണക്കിനും 30% കുട്ടികൾ ഇംഗ്ലീഷിനും തോറ്റു. കണക്കിനും ഇംഗ്ലീഷിനും തോറ്റവർ 20%. രണ്ട് വിഷയങ്ങൾക്കും ജയിച്ചവർ എത്ര ശതമാനമാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഇവിടെ നോക്കിയേ, 40% പേര് മാത്സിനും 30% പേര് ഇംഗ്ലീഷിനും, രണ്ടിനും കൂടി തോറ്റവർ 20%. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ തോറ്റവരെയാണ് കാണേണ്ടത്. ഈ തോറ്റവരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാകും മാത്സ് 40% ആണെന്ന് പറഞ്ഞാലും അതിൽ 20% രണ്ടിലും വരുന്നതാണ്. ഇംഗ്ലീഷിലും മാത്സിനും തോറ്റവരാ. ഇവിടെ ഇംഗ്ലീഷ് 30% ആണെന്ന് പറഞ്ഞാലും ഈ 20% വരുന്നുണ്ട്. അത് എന്തിനാണ്? ഇംഗ്ലീഷിനും മാത്സിനും തോറ്റവരാ. അങ്ങനെ ആകുമ്പോൾ തോറ്റവരെ കാണാൻ നമ്മൾ തോറ്റവരെന്ന് വെച്ചാൽ ഈ 40, ഈ 30 അല്ലേ, ഈ 30 കൂടെ ചേർക്കുക, അതിൽ നിന്ന് ഈ 20 കുറയ്ക്കുക. അപ്പോൾ 70 - 20 50 എന്ന് കിട്ടും. ഇനി 50 പേരാണ് തോറ്റവരെന്ന് പറയുന്നത്. ഇനി നമുക്ക് ജയിച്ചവരെ കാണുന്നുണ്ടേ. ജയിച്ചവരെന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ശതമാനം 100-ലാണ്. അപ്പോൾ 100-ൽ 50% തോറ്റു. അങ്ങനെയാണെങ്കിൽ ജയിച്ചവരെ കാണാൻ 100-ൽ നിന്ന് ഈ തോറ്റവരെ 50% മൈനസ് ചെയ്താൽ പോരെ. അപ്പം 100 - 50 50ആണ് ഇവിടെ ജയിച്ചവർ. അപ്പം ആൻസർ ജയിച്ചവർ എത്രയാണ്? 50.